ബിഗ് ബോസ് സീസൺ ഹൗസിലെ പുതിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചതുപോലൊരു മാറ്റമാണ് നമ്മുടെ ആദിലയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റിയാസ് വന്നതിന് ശേഷമാണ് ഇത്രയും, അതെന്തുകൊണ്ടാണെന്നറിയത്തില്ല, ഒരു പക്ഷേ സീക്രട്ടായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പുറത്ത് ഇവർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് കിട്ടിയത് കൂടുതലും ലക്ഷ്മി ഇവരെ പ്രൊവോക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് മോശമായിട്ടുള്ള ഒരു ഇൻറ്റൻഷനോട് സംസാരിച്ചതിൻ്റെ പേരിലാണ് ഇവർക്ക് പുറത്ത് അത്രയും ഒരു പോസിറ്റീവ് വന്നത്. പക്ഷേ അതിനെയെല്ലാം അപ്പാടെ തൂത്തെറിയുന്ന ഒരു രീതിയായിപ്പോയി ഇപ്പോൾ ഇന്നലെ മുതൽ നടന്ന സംഭവങ്ങൾ. അതിനകത്ത് ആദിലെന്ന് പറഞ്ഞാൽ ആദില പക്ക കട്ടപ്പയാണെന്നുള്ളത് മനസ്സിലായി. അതായത് ഒട്ടും ജെനുവിനിറ്റി ഇല്ലാത്തൊരു കുട്ടി, ആരുടെ അടുത്ത് ചെന്നിട്ടും എന്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാനും മിടുക്കിയാണെന്നുള്ളത് നമ്മൾക്ക് വ്യക്തമായി കഴിഞ്ഞാണ് ഇന്നത്തെ എപ്പിസോഡിൽ ലൈവിലും. സമയം എൻ്റെ ഡിഫറൻ്റ് ആയിട്ട് തോന്നി നൂറ. പക്ഷേ നൂറ ഇതിൽ നിസ്സഹായയാണ്. ആദിലെ ഒറ്റപ്പെടുത്തി നിന്ന് നൂറയ്ക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ ഒരു സ്ട്രെസ്സ് നൂറ അനുഭവിക്കുന്ന നമുക്ക് ലൈവിൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് മാറ്റം എന്ന് പറഞ്ഞാൽ ആദില എത്രത്തോളം മോശമായ ഒരു പേഴ്സൺ. ആദിലയും നൂറയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞത് തെറ്റായോ എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ പോലും ലൈവിൽ നടന്ന അനീഷിനെ വളരെ ഒരുമാതിരി നമ്മൾ നായ്ക്കളെ ആട്ടി ഓടിച്ചു വിടത്തില്ല, അതേപോലെ ഒരു അപ്രോച്ചാണ് നമ്മളുടെ അനീഷിനോടുമൊക്കെ കാണിക്കുന്നത്. ഇതൊക്കെ വളരെ മോശമാണ് അതിൽ ഈ കാണിക്കുന്നത്. കാരണം അവർ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്ത് വന്നു. കമ്മ്യൂണിറ്റി ഒന്നും പറയേണ്ട കാര്യമില്ല നമുക്കതിൽ. അവർക്ക് 2 പേർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ തന്നെയാണ് ഞാൻ മുൻപും വീഡിയോ ചെയ്തിരിക്കുന്നത്. 2 പേരും ഇതിനുള്ളിൽ വന്നപ്പോൾ ആ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? അവരുടെ ഫാമിലി പോലും അവരെ ഒറ്റപ്പെടുത്തി നിന്നപ്പം അവർ ഏറ്റവും നല്ല ക്യാരക്ടറായിട്ട് ഇതിനകത്ത് പരസ്പരം കാണിച്ചും മറ്റുള്ളവരെ സ്നേഹിച്ച് നിന്ന് വോട്ട് നേടി അവർ പുറത്ത് പോകുമോ വിന്നറാകുമോ അതൊക്കെ വേറെ കാര്യം. പക്ഷേ അവർക്കുള്ള നെഗറ്റീവ് മാറ്റിയെടുക്കായിരുന്നു. രേണുസുതി പുറത്തു വന്നപ്പോൾ രേണുസുതി ഒരുപാട് നെഗറ്റീവായിട്ടാണ് വന്നത്. പക്ഷേ ആ നെഗറ്റീവ് പറഞ്ഞതിൽ ഒരു 80% ആൾക്കാരും രേണുസുതി ബിഗ് ബോസിനുള്ളിൽ നിന്ന സമയത്ത് അത് തിരിച്ചു പറഞ്ഞു, പോസിറ്റീവായിട്ട് പറഞ്ഞു. അതവരുടെ ഒരു ക്വാളിറ്റിയാണ്. കാരണം ഒരിടത്തും കുത്തിത്തിരിപ്പുണ്ടാക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടിക്കാനോ ഒന്നും ശ്രമിച്ചില്ല. ആരെയും പ്രൊവോക്ക് ചെയ്യാനോ ഒന്നും ശ്രമിച്ചില്ല. അവരുടെ അടുത്തോട്ട് വരുന്നവരെ അവർ ഫൈറ്റ് ചെയ്ത് നിന്നു. അത് വേണമല്ലോ. പക്ഷേ അതിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിപ്പോയി. അതായത് യഥാർത്ഥത്തിലുള്ള ആ ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. വളരെ മോശമായിപ്പോയി അതിൽ. ഇങ്ങനെ ആയാലും നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങളിൽ ഒട്ടും തന്നെ ക്വാളിറ്റി ഇല്ല. മുതിർന്നവരെ ബഹുമാനിക്കുന്നുമില്ല. മറ്റുള്ളവരെ വായിൽ വരുന്ന എല്ലാ തോന്നിവാസവും പറയാമെന്നുള്ള രീതിയിലോട്ട് മാറിയിരിക്കുന്നു. വളരെ മോശം എന്നേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല.